എനിക്കറിയാൻ മേലേ ഇവർക്കൊക്കെ എന്നാത്തിൻ്റെ കേടാണെന്ന്. കാരണം സഹിക്കാവുന്നതിലൊക്കെ അപ്പുറമായി. ഇത്രത്തോളം ഇവർക്ക് അങ്ങോട്ട് സഹിക്കാതിരിക്കാൻ എന്താണാവോ ഇത്ര പ്രശ്നം? മനസ്സിലായില്ലല്ലേ? അങ്കിണി പുത്രി ഇങ്ങനെ വന്നിട്ടുണ്ട്, ആഴ്ചയിൽ വരും ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു സാധു യുവാവ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിക്ക് ബ്ലഡ് മണി ആയിട്ട് 34 കോടി രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ടയക്കാമെന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബോച്ചയെ പോലുള്ള ആൾക്കാർ, യൂസഫ് അലിയെ പോലുള്ള ആൾക്കാർ, ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാർ രംഗത്ത് വരികയും അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഇത്ര രൂപ എന്ന് അറിയുകയും ചെയ്തതിന് ശേഷമാണ് അവർ അത്തരത്തിലൊരു പണം സമാഹരിക്കാനായിട്ടുള്ള നടപടികൾ ശ്രമിച്ചത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ജനം ജാതി മതഭേദമന്യേ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും മതമില്ലാത്തവരും മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ ഒരു അക്കൗണ്ടിലേക്ക് പറയുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ ഈ ഒരു പണം അങ്ങോട്ട് എത്തിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സംഘികൾക്കും ക്രിസംഘികൾക്കും മുസംഘികളുടെ ഒക്കെ കുരു അങ്ങ് പൊട്ടിയൊലിക്കാൻ തുടങ്ങി. കാരണം ഇവരൊന്നും പിച്ചക്കാർക്ക് പോലും 10 നയാ പൈസ കൊടുക്കാത്ത വിഭാഗമാണ്. കാരണം മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ ഇവറ്റകൾക്ക് തീരെ ഇല്ല എന്നുള്ളത് നമ്മൾ പല സംഭവങ്ങളിലൂടെയും കണ്ടിട്ടുണ്ട് അല്ലേ? അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായിട്ട് ഇനി അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. സത്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊട്ടന്മാരും മണ്ടന്മാരും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘികൾ എന്ന് പറയാം. കാരണം ഈ സംഘികളെ പറ്റിച്ചും ഊമ്പിച്ചും ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ക്രിസംഘികളും മുസംഘികളും. കാരണം അവർക്ക് നന്നായിട്ടറിയാം ഇവറ്റകളുടെ തലയിൽ ചാണകമാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ ഇവരെ ഊമ്പിച്ച് ജീവിക്കാം. കാരണം ഈ നുസ്രത്ത് എന്ന് പറയുന്ന ഈ ഒരു സാധനം പണ്ട് ലീഗിന്റെ അങ്ങനെ എന്തോ പ്രവർത്തക കണ്ടായിരുന്നു, അതിനകത്ത് നിന്നിട്ട് വലിയ ഗുണമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അവർക്ക് തോന്നിയത് എനിക്ക് പറ്റിച്ച് ജീവിക്കാനും എൻ്റെ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ 2-3 വാർത്തകൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംഘികൾ അവരെ അങ്ങോട്ട് ഏറ്റെടുക്കും. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഇവർ വന്നിരുന്നുണ്ട് ഈ എപ്പിസോഡായിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. 10 നയാ പൈസ കൊടുക്കാത്ത ഇവർക്ക് അറിയണം പോലും ഇപ്പൊ ഈ 34 കോടി രൂപ എങ്ങോട്ട് പോയി, ആരുടെ കൈകളിലെത്തി, ആരിലൂടെ എവിടെ ചെന്നു എന്നുള്ളത്. ഇവിടുത്തെ ജനങ്ങൾക്ക് അതറിയാം ആരുടെ കൈകളിലാണ് അത് കൊടുത്തിരിക്കുന്നതും അതെന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. ഇപ്പൊ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കേസ് വാദിച്ചിട്ടുള്ള ഒരാൾക്ക് 1,65,00,000 രൂപ കൊടുക്കണം എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു വക്കീലിന്. ആ പണവും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധി ഈ പറയുന്ന പണം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തപ്പോഴത്തേക്ക് ഇത് സംഖ്യകൾക്കുള്ളൊരു പണിയാണ് എന്ന് അദ്ദേഹം പല വേദികളിലും പ്രസംഗിച്ചിരുന്നു. ഇനി സംഘികൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ നിയമ നടപടികൾ ഇത്രയധികം മരവിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യൻ എംബസികളിൽ ഇരിക്കുന്ന അംബാസിഡർമാരെന്ന് പറയുന്നത് BJPയുടെ ആണല്ലോ അല്ലെ? അപ്പൊ അത്തരത്തിൽ അവരുടെ ഒരു ഇടപെടലും കൂടെ ഉണ്ടെങ്കിലേ ഇദ്ദേഹത്തിന്റെ മോചനം അതിവേഗം സാധ്യമാകത്തുള്ളൂ. അപ്പൊ അത്തരത്തിൽ പിന്നിലൊരു അജണ്ട അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണേലും നുസ്രത്ത് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. നമസ്കാരം, ഞാൻ നുസ്രത്ത് ജഹാൻ. ബ്ലഡ് മണി കുംഭകോണം അത് വീണ്ടും എപ്പിസോഡുകളായി തന്നെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ സോഷ്യൽ മീഡിയ ഫുള്ള്, ഇന്നത്തെ പത്രത്തില്, എല്ലാ മെയിൻ ചാനലുകളിലൊക്കെ 34 കോടി ദിയ പണം റിയാദ് എംബസിയിൽ എത്തിച്ചു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ചോദിക്കണേ, ഏത് എംബസിയിലാണ്? MEA എന്ന് ഇവരിങ്ങനെ മെസ്സേജുകളും ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എങ്ങനെ അന്വേഷണം പുറപ്പെടുവിച്ച ഒരു പണത്തിനെ പറ്റിയിട്ട് അയക്കാൻ ഇവരോട് പൈസ വാങ്ങുക? അവർ NEFT ആയിട്ട് അയച്ചു എന്നൊക്കെ പറയണു. അത് റിയാദിലെത്തി, റിയാദ് എംബസിയിൽ അയച്ചു. റിയാദ് എംബസിയിൽ നിന്ന് വേറെ ഏതോ ഒരാൾക്ക്, ഒരു മലയാളി ആൾക്ക് അവരെ കുടുംബത്തിന് കൊടുക്കാൻ കൈമാറി. അവരെ കുടുംബത്തിന് ദിയ പണം, പിന്നെ ബ്ലഡ് മണി ചോദിച്ചത് റിയാദ് കോർട്ടിലാണ് അത് ചോദിച്ചിട്ടുണ്ടാവുക. ആ കോർട്ടിൽ കുടുംബം വന്ന് പറഞ്ഞ് എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ത്യൻ എംബസി അവരുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്ററാണ് കുടുംബത്തിന് വരേണ്ടത്. അത് ഈ കാലം വരെ വന്നിട്ടില്ല. പിന്നെ ഇവര് പൈസ അയച്ചു എന്ന് പറയുന്നത് എവിടേക്ക്? ഈ 3, പിന്നെ ഇതിൽ കമ്മ്യൂണിസ്റ്റ്, ലീഗ്, കോൺഗ്രസ് 3 കൂട്ടരും കൂടിയാണ് ഇതിന്റെ കമ്മിറ്റി ഫോം ചെയ്തത്. അപ്പൊ ഇവർക്കൊക്കെ അറിയില്ലേ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്? ഒന്നും അറിയാത്ത ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള ഒരു കാര്യം പോലെയല്ല ഇന്ന് സോഷ്യൽ മീഡിയയും എല്ലാം ഉള്ളപ്പോൾ നമുക്കൊക്കെ. റിയാദിൽ തന്നെയുള്ള എത്രയോ പേര് എംബസിക്ക് അയച്ചു, റിട്ടേൺ ആയിട്ട് അയച്ചു. ഇവിടുന്ന് പലരും അയച്ച കോപ്പികൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. MEAക്ക് ഈ നാട്ടിൽ നിന്ന് പിരിച്ച ക്രൗഡ് ഫണ്ടിങ് പണം അവിടെ എത്തിയോ?
ബ്ലഡ് മണിയായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറായോ? കാരണം തയ്യാറാവാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എംബസി ഇവരോട് പൈസ വാങ്ങൂല, കുടുംബത്തോടായാലും വാങ്ങൂല, കമ്മിറ്റീനെ കൊണ്ടായാലും വാങ്ങൂല. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഈ കുടുംബത്തിനെ ഇവർ കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ കഴിവില്ലാത്ത റഹീമിന് വേണ്ടിയിട്ട് ഇവർ പൈസ എത്ര വേണമെന്ന് പറയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വലിയൊരു ചതി വന്നത് 5 മില്യൺ ദിറംസ് മാത്രമേ ശരീഅത്ത് നിയമപ്രകാരം സൗദി ഗവൺമെന്റ് വാങ്ങാൻ സമ്മതിക്കുള്ളൂ. ബാക്കി പൈസ ആർക്ക് കൊടുക്കുന്നത്? കഴിഞ്ഞ 2 ദിവസം മുമ്പേ അവരെ വക്കീലിന് വേണ്ടിയിട്ട് 1.70 അയച്ചു പറഞ്ഞു. അതും ഇവർ അയച്ചത് പ്രൈവറ്റ് പണമായിട്ട്. അപ്പൊ ഇതിൽ ഈ പൈസ എല്ലാം ഇവര് ഗവൺമെന്റ് ത്രൂ അയക്കണമെന്ന് പറഞ്ഞാൽ MEA ഇത് വാങ്ങാൻ ഓരോ ഓപ്ഷനും ഇല്ല. പിന്നെ എന്തിനിത് MEAന്റെ പേരിലിടുന്നു? MEAക്ക് ഒന്നും അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇവർ ഇവിടുന്ന് പൈസ കളക്ട് ചെയ്തു അയച്ചു കുടുംബത്തിനെയും കബളിപ്പിക്കുക. ഇനിയിപ്പോ ആകെ ചെയ്യാനുള്ള ഒരു കാര്യം, റിയാദില് തലവെട്ടാൻ പോകുന്ന റഹീമിന്റെ പിന്നെ തലവെട്ടാൻ പോകുന്നത് തന്നെ ഈ കേസിൽ ഇല്ല എന്നുള്ള വലിയ കാരണം. തലവെട്ടാൻ പോണ ഒരാളെ 2 മാസം മാക്സിമം ലോക്കലാണെങ്കിൽ, അന്യദേശ പൗരനാണെങ്കിൽ 2 ആഴ്ചക്കകം അവർ കിട്ടും. ഇതും ഒരു ജീവപര്യന്തം തടവിലേക്ക് മാറ്റിയ ഒരു പ്രതിയായിട്ടാണ് ഇപ്പോഴുള്ള അവസ്ഥ തന്നെ. അത് ഇവർ ഹൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും പൈസ അവിടുന്ന് പിരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പലരുടെയും പിന്നെ പ്രതിഷേധം. അതുകൊണ്ടാണ്. കാരണം ഇവര് അവസാനം വന്ന ജഡ്ജ്മെന്റ് ഇന്ന് വരെ ആരെ കുടുംബത്തിനെ പോലും കാണിച്ചിട്ടില്ല എന്ന് അറിയാൻ പറ്റിയ, വേണ്ടപ്പെട്ടവർക്ക് കാണിച്ചിട്ടില്ല. പിന്നെ റഹീമിന് ഒരു വക്കീലില്ല. ആദ്യം ഇവര് റഹീമിന് വക്കീൽ വെച്ച് ആ വക്കീൽ കോടതിയിൽ ഹാജരായി ഈ പൈസ വേണമെന്ന് പറഞ്ഞത് കാണിക്കണം. കാരണം ഇപ്പൊ ചോദിക്കും നിന്റെ പൈസയാണോ? ഓക്കെ, എന്നെ പോലെ എന്റെ പൈസ അല്ലെങ്കിലും ഈ നാട്ടിൽ നിന്ന് പല മനുഷ്യരും ദയക്കായിട്ട് ഒരു മനുഷ്യനെ സഹായിക്കാൻ, ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത പണത്തിന് കണക്ക് കാണിച്ചു കൊടുക്കണം. എൻ്റെ നാട്ടുകാരെ പൈസയാണ്, ഞാൻ സ്നേഹിക്കുന്നവരെ പൈസയാണ്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സഹായം ചെയ്യേണ്ട എത്രയോ നല്ല മനസ്സുള്ള ആൾക്കാർ ഈ രാജ്യത്തുണ്ട്. ആ മനസ്സുകളെ ഈ നന്മ മരങ്ങളെ പേരിൽ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു സംഗതിയാണ് നടന്ന്. അതുകൊണ്ട് എംബസി അറിയാതെ, MEA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോമാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇതൊന്നും ഇവര് ഈ പൈസ സ്വീകരിക്കണമെങ്കിൽ ഹോം മിനിസ്ട്രി, ഫിനാൻസ് മിനിസ്ട്രിന്റെ അപ്രൂവൽ വേണം. ഇത് പലതവണ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ പോരാ, നീ എന്താ കേസ് കൊടുക്കാൻ? എല്ലാ റെക്കോർഡാണ്, എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഇവരെ മീഡിയയിൽ വരുന്നു. ഇവരിവിടെ പറയണതും മെയിലായിട്ട് MEAക്കും പോകേണ്ടവർക്കും ഫിനാൻസ് മിനിസ്ട്രി അമിത്ഷാക്ക് വരെ പോയിട്ടുണ്ട്. വന്ന് നോക്കിയിരുന്ന് കാണാം. റഹീമിന്റെ കുടുംബം പുറത്തേക്ക് ഇറങ്ങുക, നമുക്ക് റഹീമിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അവിടുത്തെ എംബസിക്ക് അറിയാം, ഗവൺമെന്റിന് അറിയാം. റഹീമിന്റെ കുടുംബം ഇവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതാണ് ഇപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അതിനുവേണ്ടി റഹീമിന്റെ ഉമ്മ തന്നെ മുന്നോട്ടിറങ്ങണം. താങ്ക് യു. ഇവരൊക്കെ വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണെന്നേ. ഇവര് ഈ മണ്ടന്മാരായതുകൊണ്ടാണല്ലോ ഇവരുടെ കൂടെ കൂടി ഇങ്ങനെ കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നത്. കാരണം കുറച്ച് മുസ്ലിങ്ങളെ തെറിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സംഘികൾക്ക് പിന്നെ ഇവരോട് വലിയ സ്നേഹമായിരിക്കും. എന്താണെങ്കിലും ഈ അബ്ദുൾ റഷീദിന് വേണ്ടി പണം സമാഹരിച്ചു കൊടുത്ത ആൾക്കാർക്കില്ലാത്ത തിടുക്കവും വെപ്രാളവുമാണ് ഒന്നും കൊടുക്കാത്ത ഇവരെ പോലുള്ള ആൾക്കാർക്ക്. അപ്പൊ ഇത് എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ എന്ത് ചെയ്തു, എങ്ങനെ ഇത് വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നീയൊക്കെ ആരാ ഇവിടെ? ഞാൻ ചോദിക്കാം, നീയൊക്കെ ആര്? കാരണം നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ കിടപ്പുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ അംബാസഡർമാരാണ് അവിടെയും നിൽക്കുന്നത്. അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഏതെങ്കിലും ഒരാളെങ്കിലും നീയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ കാര്യത്തിലൊക്കെ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അന്തസ്സുണ്ടെന്ന് പറയാം. മാനവും ഉളുപ്പും മുസ്റും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ വിഡ്ഢിത്തരങ്ങൾ വിളമ്പാൻ വേണ്ടി നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ എൻ്റെ പൊന്ന് നുസ്രത്തെ?